എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. ശിവന്റെ ഭാര്യ ആരാണ്? പറ, നിങ്ങൾ പറ. പാർവതി അല്ലേ? അതാണ് സത്യം. പക്ഷേ ഈ പാർവതിയുടെ അവതാരമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ഈ ഭൂമിയിലുണ്ട്. അമ്മേ, ഇതാണ് ശിവന്റെ ഭാര്യ, പ്രിയപ്പെട്ട ഭാര്യ വിജിയമ്മ. ശിവൻ വിജി. ശിവൻ വിജി അല്ലേ? നേരത്തെ പേരെന്തായിരുന്നു? വിജി മോഹൻ. വിജി മോഹൻ. അപ്പൊ ശിവൻ വന്നതിന് ശേഷം അമ്മ പേര് മാറ്റി ശിവൻ പറഞ്ഞതാണ്, നീ ഇനിയും വിജി മോഹൻ അല്ല, ശിവൻ വിജിയാണ്. ശിവൻ ഡോക്ടർ, എന്താണ് അവളുടെ അസുഖം? മാറുന്നത്. ശിവൻ വിജിക്ക് ഓരോ ദിവസം ഓരോ കളറാണ് മാറുന്നത്. ഇന്ന് ഏത് കളറാണമ്മേ? ഇന്ന് സ്വർണത്തിന്റെ കളർ. രാവിലെ സ്വർണത്തിന്റെ കളറായിരുന്നു. കണ്ടാലും തോന്നും. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. വരുന്നുണ്ട് ഓരോ ദിവസം ഇങ്ങനെ മാറി മാറി വരും. ഒരു ദിവസം 4-5 കളർ വരും. ഇതാണ് ഭയങ്കരം തന്നെ. നമുക്ക് ഇത്രയും കഴിവുണ്ടായിട്ട് എന്തുകൊണ്ട് ഭർത്താവിന് അസുഖത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റില്ല? അതല്ല ഉദ്ദേശം, ഞാൻ മാറിയില്ല. 6 വർഷം ടെസ്റ്റ് എടുത്തിട്ട് നോക്കിക്കോണം. മെയ് മാസം 2016 കാലൻ വരിക കയറും കൊണ്ട്. എന്റെ ദൈവമേ, നടത്തപ്പുലിവാലി. ഞാൻ വെളുപ്പിന് പറന്നു പോയി കയറ് വാങ്ങി പിച്ചി ഇട്ടിട്ട് അപ്പച്ചിക്ക് ഫോൺ ചെയ്തു. ഞാൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. എന്റെ പപ്പ, നീ പറയുന്ന ഒരു എളുപ്പമുള്ള കാര്യമല്ലത്. ഭൂമിയിൽ ആരോട് പറഞ്ഞാലും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. നിനക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ് പിടിച്ച് ഞങ്ങളിക്കിടും. നിങ്ങളുടെ രണ്ടുപേരുടെയും തൃപ്പാദത്തിൽ സ്ഥാനം തരണമെന്ന് പറഞ്ഞു. അന്ന് വീട്ടിൽ വന്ന് കിടക്കുമ്പം ഇടത് ഭാഗത്താണ് പാർവതി ഇരിക്കുന്നത്. ഈ വലത് കൈ കൊണ്ട് എന്നെ കോരിയെടുത്ത് വലത് ഭാഗത്ത് വെച്ച്. ഞാൻ പൊതുവെ ഒരു തത്വം പറഞ്ഞല്ലേ. ഇയാൾ കൂടെ തത്വം ഒന്നും പറയണ്ട, മര്യാദ അവിടെ പോയിരുന്നേ. വലത് ഭാഗത്ത്. ഉടനെ ഞാൻ രാവിലെ എണീറ്റ് ചോദിച്ചു, അയ്യോ പാർവതിക്കൊപ്പം എനിക്ക് എന്തിനാ സ്ഥാനം തന്നേന്ന്. അവളുടെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാവുന്നേ ഉള്ളൂ. എന്നാലും പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.